മാൾട്ടയിലെത്തി നമ്മൾ മെഡിക്കൽ എടുത്ത് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് നമ്മളിവിടെ ഐഡൻറ്റിറ്റിയിൽ പോയി നമ്മുടെ ബയോമെട്രിക് ചെയ്ത് ഒരു ഒരു 2 ആഴ്ച തൊട്ട് 2 മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് കാർഡ് കിട്ടും. നമുക്ക് റെസിഡൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഡേ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പിന്നീട് ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ നമ്മുടെ റെസിഡൻസ് കാർഡ് റിന്യൂ ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു വിസ പ്രോസസ്സ്. മാൾട്ട എംപ്ലോയ്മെൻറ്റ് വിസ എന്ന് പറയുന്നത് നമുക്ക് 100% ലഭിക്കണം എന്ന് ഉറപ്പില്ലാത്തതാണ്. വിസ റിജക്ഷന് വളരെ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ വിസയ്ക്ക് ശ്രമിക്കുമ്പോഴത്തേക്ക് റിജക്ഷൻ വരും. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 50,000 തൊട്ട് ഒരു 70,000 രൂപ നമുക്ക് നഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് 2ാമത്തെ തവണയോ 3ാമത്തെ തവണയോ 4ാമത്തെ തവണയോ 5ാമത്തെ തവണയും വരെ ശ്രമിച്ച് ആണ് പല ആൾക്കാരും യൂറോപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക, വിസ കിട്ടുന്നവരെ നമ്മൾ ശ്രമിക്കുക. കഴിഞ്ഞ 6 വർഷമായി യൂറോപ്പിൽ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അസാട്ടോ ഓവർസീസ് എംപ്ലോയ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന പേരിൽ ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇതുവരെയും മാൾട്ടയിൽ മാൾട്ടീസുകാരെ നമ്മൾ സ്റ്റാഫായിട്ട് ഹയർ ചെയ്ത് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സേവനം നമ്മൾ നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മളുടെ തന്നെ ഡയറക്റ്റ് ഓപ്പറേഷൻസ് ഇവിടെ മാൾട്ടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം മാൾട്ടയിലെ നിരവധി കമ്പനികൾ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള വേക്കൻസികളിലേക്ക് നിരവധി സ്റ്റാഫുകളെ വേണം എന്ന് പറഞ്ഞ് നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിൽ ഒരു ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മാൾട്ടയിലേക്ക് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോലിക്കായിട്ട് വന്നിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് 1 2 വീലർ ഡെലിവറി ബോയ്സ് ആയിരുന്നു, 2 പറഞ്ഞാൽ ടാക്സി ഡ്രൈവേഴ്സ് ആയിരുന്നു, 3ാമത്തെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് മേഖലകളിലേക്ക് ഷെഫ്, കിച്ചൺ ഹെൽപ്പർ, ഡിഷ് വാഷർ, ആ ഒരു തരം ജോലിക്കാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മാൾട്ടയിൽ നിന്ന് വിവിധ ഇൻ്റർനാഷണൽ രാജ്യങ്ങളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ മാൾട്ടയിൽ എത്തിയിരുന്നത്. എന്നാൽ ഈ ജോലികളിലേക്ക് മാൾട്ടയിൽ ഇപ്പം ഇനഫ് ആയിട്ടുള്ള ആൾക്കാർ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ ജോലികളിലേക്ക് ഉള്ള വിസ പ്രോസസ്സ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 2023 ജൂലൈ മാസം വരെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ മാൾട്ടയിൽ ടാക്സി ഓടിക്കാമായിരുന്നു. അപ്പോൾ ടാക്സി ഡ്രൈവറിനെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആ ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നു. കഴിഞ്ഞ 2023 ജൂലൈക്ക് ശേഷം മാൾട്ടയിൽ ടാക്സി ഓടിക്കണം എന്നുണ്ടെങ്കിൽ മാൾട്ടീസ് ലൈസൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ലൈസൻസ് അവർ നിർബന്ധമാക്കി. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് മേഖലകൾ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അത് കാരണം അവിടുത്തെ സ്റ്റാഫിനെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പുതിയൊരു സ്കിൽ കാർഡ് എന്ന് പറയുന്ന ഒരു എക്സാം, ഒരു സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നൊരു എക്സാം നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ മാൾട്ടയിലേക്ക് വരുന്നതിന് മുന്നേ പാസ്സായാൽ മാത്രമേ നമുക്ക് വിസ നടപടിക്രമങ്ങൾ നമുക്ക് ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് നമുക്കിനി ചെയ്യാൻ പറ്റും. അതായത് ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുന്ന ജോലി ചെയ്യുന്നവരെല്ലാം സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം പാസ്സായാൽ മാത്രമേ ഇനി മാൾട്ടയിലേക്ക് വരാൻ സാധിക്കൂ. അപ്പോൾ അത് കാരണം നിങ്ങൾ യൂറോപ്പിൽ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. കാരണം ഇനിയിപ്പം ബാക്കിയുള്ള വേക്കൻസികളിലേക്കും ഇവർ പുതിയ റൂളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള നിങ്ങളുടെ വരവും പ്രയാസകരമായി മാറും. ഇനി മാൾട്ടയിലേക്ക് ഒരു ജോലിക്കായി എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും? ഞാനിത് 2 രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ഒന്ന്, നിങ്ങൾ മാൾട്ടയിലെ ഒരു കമ്പനി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു ജോലി കണ്ടുപിടിക്കാൻ സാധിച്ചാൽ എത്ര രൂപ എക്സ്പെൻസ് വരും? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹായം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും? ഇതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ചു, നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അപ്രൂവലിന് കൊടുക്കാനുള്ള ഒരു 300 യൂറോ, ഒരു 30,000 രൂപ വരും. അതിനുശേഷം നിങ്ങൾക്ക് വി എഫ് എസിൽ നമ്മളൊരു ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതിനുശേഷം അവിടെ ഒരു പേയ്മെൻറ്റ് നടക്കണം. അത് 2 പേയ്മെൻറ്റും കൂടെ ഏകദേശം ഒരു 50,000 വരും. അതുപോലെ തന്നെ ഇൻഷുറൻസ്, കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം, അതിനൊരു 10,000. അപ്പോൾ അതൊരു 60,000 ആയി. ഒരു 30,000 നമ്മൾ അപ്രൂവലിനായി. അത് കൂടാതെ തന്നെ
നമുക്ക് റെൻറ്റ് എഗ്രിമെൻറ്റ് ആൻഡ് ഹൗസിംഗ് അതോറിറ്റി. അപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ റൂള് പ്രകാരം അത് നോട്ടറൈസ്ഡ് ആയിരിക്കണം. അപ്പം ഇപ്പോഴത്തെ ഒരു നിലവിൽ അതിനായിട്ടൊരു 50,000 രൂപ ചിലവുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വിസ കിട്ടുന്നതിന് മുമ്പ് വരെയുള്ള ചിലവ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. 30, 50, 30, 80, 10, 90 ഒരു 1.5 ലക്ഷം രൂപ ചിലവ് വരും. ഇനി വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 50, നിങ്ങൾ എന്തായാലും ഒരു 2 മാസത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 മാസത്തിന് ശേഷമേ നിങ്ങൾക്ക് ജോലി കിട്ടൂ എന്നുള്ള ഒരു കണക്കൂട്ടൽ വേണം വരാൻ. 2 മാസം ചിലവ് കാശും ഇവിടുത്തെ വാടകയും ബാക്കി ഇവിടെ വന്നതിന് ശേഷം മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് നിങ്ങൾക്കൊരു ചിലവുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ഒരു പ്രോപ്പർട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസം പൈസ ഡിപ്പോസിറ്റും 1 മാസം റെൻറ്റും കൊടുക്കണം. അപ്പം അതൊരു 50,000, പിന്നീട് 1 മാസം റെൻറ്റ് ഒരു 25,000, ഒരു 75,000, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു 50,000 രൂപ, 1.5 ലക്ഷം രൂപ, പിന്നെ ഇൻഷുറൻസ് മെഡിക്കലും ഒരു 40,000 രൂപ, 1.60, പിന്നെ ഒരു 2 മാസം ചിലവ് ഒരു 30, ഒരു റൗണ്ട് ചെയ്ത് 2 ലക്ഷം രൂപ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടാണ് നിങ്ങളൊരു ജോലി എംപ്ലോയറിനെ കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് മുമ്പ് 1.5 ലക്ഷം രൂപ ചിലവ് വരും, വിസയ്ക്ക് ശേഷം ഒരു 2 ലക്ഷം രൂപ ചിലവ് വരും, ഒരു ടോട്ടൽ 3 ലക്ഷം രൂപ വരും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ മാൾട്ടയിലുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് മാൾട്ടയിലുണ്ടെങ്കിലോ അപ്പം അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലോ എല്ലാം നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്തി തരാൻ അവരെ കൊണ്ട് ചിലപ്പം പറ്റുമായിരിക്കും. അപ്പം ആ വഴിക്ക് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ലക്ഷം